പലരും തമ്മിലുള്ള മത്സര കഥകൾ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ടാകുമെങ്കിലും ആമയും മുയലും തമ്മിൽ നടന്ന ഓട്ടപ്പന്തയ കഥയോളം രസിപ്പിച്ച ഒന്ന് വേറെ ഉണ്ടാവില്ല. ആമ വളരെ പതുക്കെ മാത്രം നടക്കാൻ കഴിയുന്നൊരു ജീവിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പാവം ജീവി, പേടിക്കുമ്പോൾ തല അകത്തേക്കിട്ട് സ്വയം സംരക്ഷണം ഒരുക്കുന്ന ഒരു പാവം. എന്നാൽ അങ്ങനെയല്ല, ഇവരിലുമുണ്ട് ഭീകരൻ, ഭയക്കേണ്ട ഒന്ന്, ആലിഗേറ്റർ സ്നാപ്പിംഗ് ടർട്ടിൽ. കരയിലും വെള്ളത്തിലും ആമകളുണ്ട്. ശരീരത്തെ പൊതിയുന്ന കട്ടിയേറിയ പുറന്തോടാണ് ഇവയുടെ പ്രത്യേകത. ദീർഘകാലം ഇവ ജീവിച്ചിരിക്കുകയും ചെയ്യും. എന്നാൽ കരയാമകളും കടലാമകളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ലോകത്ത് ഏകദേശം 360 സ്പീഷീസുകളിലുള്ള ആമകളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആമകൾ പൊതുവെ ഉപദ്രവകാരികളല്ല. എന്നാൽ ആമകളിൽ ഏറ്റവും അപകടകാരി ആരെന്നറിയാമോ? വെള്ളത്തിൽ ജീവിക്കുന്ന ആമകളുടെ വിഭാഗത്തിൽപ്പെട്ട ആലിഗേറ്റർ സ്നാപ്പിംഗ് ടർട്ടിലാണത്. കൂർത്ത പുറംതോടും പ്രാകൃതമായി കാണപ്പെടുന്ന മുഖവും കാരണം അലിഗേറ്റർ സ്നാപ്പിംഗ് ആമകളെ ചിലപ്പോൾ ഡൈനോസറുകളെ പോലെ വിശേഷിപ്പിക്കാറുണ്ട്. തല മുതൽ വാൽ വരെ നീളുന്ന 3 കൂർത്ത വരമ്പുകൾ അവയുടെ ഷെല്ലുകളിലുണ്ട്. മറ്റെല്ലാ ഇനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇതിന് തലയുടെ വശങ്ങളിലാണ് കണ്ണുകളുള്ളത്. ശുദ്ധജല ആമകളിലെ ഏറ്റവും വലിയ ഇനമാണ് ആലിഗേറ്റർ സ്നാപ്പിംഗ് ടർട്ടിൽ. സാധാരണയായി ആണാമകൾക്ക് 155 മുതൽ 175 പൗണ്ട് വരെ, അതായത് 70 കിലോഗ്രാം മുതൽ 80 കിലോഗ്രാം വരെ ഭാരം വരും. 70 വർഷം വരെയൊക്കെയാണ് ഇതിന്റെ ആയുസ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? മനുഷ്യന്റെ ഉൾപ്പെടെ എല്ലുകൾ വളരെ വേഗത്തിൽ ഒടിക്കാവുന്ന രീതിയിൽ കടിക്കാനുള്ള ശേഷി ഈ ആമകൾക്കുണ്ട് എന്നതാണ്. നീണ്ടതും കട്ടിയുള്ളതുമായ വാലും ഇവയ്ക്കുണ്ട്. മനുഷ്യരോ മറ്റു മൃഗങ്ങളോ അടുത്തെത്തിയാൽ ഇവ വാ പിളർക്കും. ഇതവയുടെ സ്വയം പ്രതിരോധ രീതിയാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇവയുടെ കടി പ്രശ്നമാണെങ്കിലും ഇവർ മനുഷ്യർക്കത്ര ഭീഷണിയല്ല. അപകട ഭീഷണി തോന്നുന്ന ഘട്ടത്തിലാണ് ഇവ മനുഷ്യരെ ആക്രമിക്കാൻ തുനിഞ്ഞിട്ടുള്ളത്. അതും വളരെ അപൂർവ സംഭവങ്ങൾ മാത്രം. ചിലരുടെയൊക്കെ വിരലുകൾ കടിച്ചു മുറിച്ചതായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. തടാകങ്ങളിൽ ഇവയുണ്ടെങ്കിലും നീന്തൽക്കാർക്ക് ഈ ആമകൾ ഭീഷണി സൃഷ്ടിക്കാറില്ല. കഴിയുന്നതും മനുഷ്യരിൽ നിന്ന് അകന്നു നിൽക്കാനാണ് ആലിഗേറ്റർ സ്നാപ്പിംഗ് ടർട്ടിലുകൾക്ക് ഇഷ്ടം. മത്സ്യസമ്പത്തിനെയും തദ്ദേശീയമായ ചെറിയ വന്യജീവികളെയും ഇത് തിന്നൊടുക്കുമെന്ന പ്രശ്നവുമുണ്ട്. നീളമുള്ള നാവ് പുറത്തേക്കിട്ടാണ് ഇവ മത്സ്യങ്ങളെ ആകർഷിക്കുന്നത്. അവ ഏതാണ്ട് പൂർണ്ണമായും ജലജീവികളാണ്. വളരെ കാലം വെള്ളത്തിൽ മുങ്ങിയും ചലനരഹിതമായും തുടരുന്നതിനാൽ അവയുടെ പുറന്തോടുകളിൽ ആൽഗകൾ വളരും. മുട്ടയിടുന്ന പെണ്ണാമകൾ ഒഴികെ ഈ ആമകൾ ഒരിക്കലും കരയിലേക്ക് വരാറില്ല. നദീതടങ്ങൾ, തടാകങ്ങൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയാണ് ഇവയുടെ ഇഷ്ടപ്പെട്ട ആവാസ വ്യവസ്ഥകൾ. 40 മുതൽ 50 മിനിറ്റ് വരെ ശ്വാസം പിടിച്ചു നിർത്താൻ ഇവയ്ക്ക് കഴിയും. വസന്തകാലത്ത് മുതിർന്ന ആമകൾ ഇണചേരുകയും പെണ്ണാമകൾ 2 മാസത്തിനു ശേഷം മുട്ടയിടുകയും ചെയ്യുന്നു. 100 മുതൽ 140 ദിവസങ്ങൾക്കുള്ളിൽ മുട്ടകൾ വിരിയുന്നു. അപൂർവ ജീവിയായതിനാൽ തന്നെ ചിലർ ഇതിനെ അരുമമൃഗമായും വളർത്തുന്നുണ്ട്. എന്നാൽ ഇവയെ പരിപാലിച്ചു വളർത്തുന്നത് കഠിനവും സാമ്പത്തിക ചെലവേറിയതുമായ കാര്യമാണ്. തെക്കൻ മധ്യ അമേരിക്കകളിലും ഇവ കാണപ്പെടാറുണ്ട്. US-ലെ ചില ചതുപ്പു നിലങ്ങളിലൊക്കെ അപൂർവമായി കാണപ്പെടാറുണ്ട്. ആവാസ വ്യവസ്ഥയുടെ തകർച്ചയും മാംസത്തിനായുള്ള അമിതമായ വിളവെടുപ്പും കാരണം ആലിഗേറ്റർ സ്നാപ്പിംഗ് ആമകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അവ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഇനമല്ല. എന്നാൽ ചില സംസ്ഥാനങ്ങൾ കാട്ടിൽ നിന്ന് അവയെ ശേഖരിക്കുന്നതിന് വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. If you like our content, please like, share and subscribe. Enable the bell icon to get the next interesting videos notification.